ഓ, വരുന്നുണ്ട് നാത്തൂനും കുട്ടി. ഒടുക്കന്മാരൊക്കെ കൊണ്ടുപോകണായിരുന്നു. സൈക്കിൾ മക്ക ഇവിടെ കിട്ടോ? അമ്മാന്റെ കുട്ടി ഇവിടെ ഇരിക്കിട്ടോ. അമ്മായും ബാപ്പാപ്പൊക്കെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ബെല്ലടിച്ചു നോക്കട്ടെ കേട്ടോ. ഗല്ലിട്ടോ അമ്മാന്റെ കുട്ടി ഗല്ലിട്ടാ. ഞാൻ ബെല്ലടിച്ചോട്ടെ കേട്ടോ. മോളെ ആരാ ബെല്ലടിച്ചാ നോക്കിയാ? ഇവിടെ എവിടെ പോയി കൊടുക്കുക? ആ ബാപ്പാന്റെ കുട്ടിയാണ്. ഇങ്ങോട്ട് കേറി പോര്. വാ. മോളെ സിനു, സിനു ഇതാരാ വന്നു നോക്കിയാ? നിങ്ങൾ എങ്ങനെ വന്നേ മോളെ? ഞങ്ങള് ബസ്സില് വാപ്പാ. ബസ്സിനാ പോന്നേ ഈ കുട്ടീനെ അയച്ച്? പഠിച്ചോലെ ഓ പോന്നില്ലേ? ആ കുട്ടീനെ എന്റെ പുറത്തേക്ക് പറഞ്ഞേക്ക്. അവിടെ മറ്റോലൊക്കെ എന്താ കുട്ടിന്റെ മുഖത്തൊരു പാട്? എന്താ പറ്റിയേ? ഒന്നുമില്ല, ഓന്റെ കൈ തട്ടിയതാ. ഓനോ? കുട്ടി കുട്ടിന്റെ കൈ തട്ടി ഇങ്ങനൊക്കെ ആവോ? മോളെ സിനോ ഇവർക്ക് ചായ കൊടുത്താ? ഇജെവിടെ സിനോ? അല്ലെങ്കിൽ ഇപ്പൊ ഓളത്തിന് കാത്തിക്കണ്. പാപ്പാനെ കുട്ടി അവിടെ ചായ എടുത്ത് കുടിച്ചോളി. ചെല്ലേ അവിടെ എല്ലാം ഉണ്ടാവും. എൻ്റെ കുട്ടിക്ക് എന്തോ വിഷമമുണ്ട്. ആ മുഖത്തുള്ള പണമൊന്നും കൊട്ടി മാന്തിയൊന്നുമല്ല. ഓനെന്തോ ചെയ്തണോന്ന് സംശയമുണ്ട്. അതെ, ഒന്ന് അന്വേഷിക്കണം. കുട്ടികളെ ബുക്കിലാണല്ലോ ആ കുത്തി വരണേ. ഓരോരോ ഇങ്ങോട്ട് വന്നോളൂ. ഒഴിവ് കുത്തി അങ്ങോട്ട് വരും. കുട്ടീന്റെ പുസ്തകത്തിലാ വരണേ. വന്നോളൂ. എന്റെ കുട്ടീനെ ഒളിച്ചിട്ടുണ്ടല്ലോ. അമ്മായി അടിച്ചോ? ഞാൻ ബാപ്പാന്റെ റൂമിൽ ഇരിക്കട്ടോ നമുക്ക് ട്ടാ. കുട്ടിയത്തിനാ ഓലെ പുസ്തകം എടുത്ത് വരയ്ക്കാൻ നിൽക്കണേ. ഇവിടെ കിടന്ന കടക്ക് കടക്ക് കടക്ക്. ഇങ്ങനത്തെ വിധിയൊന്നും ആർക്കും തരില്ല റബ്ബേ. എന്താ ഒരു ഒച്ചയും പടയും? മോളെ ഇത് എന്റെ മകളാ. നീ എൻ്റെ മകന്റെ ഭാര്യയാണ്. അത് മനസ്സിലാക്കണം. എൻ്റെ മോള് വന്നാല് നമുക്കൊരു ഇളക്കാം. അതെനിക്ക് മനസ്സിലാകും കേട്ടോ. ഓള് വന്നാലേ എൻ്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ. കെട്ടിച്ചാച്ചാ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിന്നോടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരണോ ബാക്കിയുള്ള ശല്യപ്പെടുത്താനായിട്ട്? സ്വഭാവ ഗുണം കൊണ്ടാ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരേണ്ടി വരുന്നേ. എന്താ ഇങ്ങനെ കുറുകുറുക്കണേ? എന്റെ സ്വഭാവം കൊണ്ടാ ഇവിടെ വിചാരിക്കുക? എന്റെ സ്വഭാവ ഗുണം കൊണ്ടല്ല ഇവിടെ നിന്ന് പോകണേ. അനക്ക് ഞാൻ എന്റെ കുടുംബം നൽകുന്ന റെസ്പെക്ട് കൊണ്ടാ ഇവിടെ. ഒരു തൈ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കുഴിച്ചിട്ടാലേ
അത് വളരാനുള്ള വെള്ളമൊക്കെ നമ്മൾ കൊടുക്കണം, എന്നാലേ അത് വളരുള്ളൂ. അവിടെ ചില കീടങ്ങൾ വന്നാലേ അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നാശാവും. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ജീവിതവും. എനിക്ക് വല്ലതും മനസ്സിലാണ് ഞാൻ പറഞ്ഞേ. ഓള് വന്ന കൂടപ്പുറപ്പിനെ പോലെ കണ്ടാല് അതൊരു രസമാണ്, അതൊരു സമാധാനമാണ്. ഇനി മേലാൽ എൻ്റെ കുട്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ മുഖം വെറുപ്പിച്ചിട്ട് നിന്നാൽ എൻ്റെ സ്വഭാവം എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരും കേട്ടോ. ആ കളിയൊന്നും ഇവിടെ വേണ്ട, മനസ്സിലായോ? എന്തിനാ എൻ്റെ കുട്ടി കരയണേ? കുട്ടീൻ്റെ പ്രശ്നം എന്താ? കുട്ടീൻ്റെ പ്രശ്നം വാപ്പാനോടൊന്ന് പറയോ? എന്താ കുട്ടീൻ്റെ പ്രശ്നം? എന്തല്ല എന്നോട് പറയും. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോന്ന് വിചാരിച്ചതാ. എനിക്ക് പേടിയാണ് വാപ്പ. എന്റെ കുട്ടികളെ ഒറ്റക്കാക്കി എനിക്ക് പോവാനും പേടിയാണ്. വാപ്പാൻ്റെ കുട്ടി കരയണ്ട. ബാപ്പ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കുട്ടീനെ ബാപ്പ നോക്കും. എന്താ എൻ്റെ പ്രശ്നം? ഇപ്പം കള്ളുടിക്കണ്ടോ? ഞാൻ കൊറേ കാലായി സഹിക്കണം. നിങ്ങൾ ആരെ എടുങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനതൊന്നും പറയാത്ത. എനിക്ക് സഹിക്കാവുന്നതിനപ്പുറം അതിന് വാപ്പ എന്നും കുടിച്ചാ വരിക. ഒരു ദിവസം ഞാൻ മെഷീൻ അടിച്ചിരിക്കുമ്പോ അടച്ചോനെ എത്തിയല്ലോ. I want money. പൈസ എന്റെ കയ്യിലില്ലല്ലോ. നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. എടുക്കടി പൈസ. ഇത് വലിക്കല്ലേ? അപ്പുറത്തെ വീട്ടിൽ താത്താന്റെ മാക്സി അല്ലത്. ഇത് വലിക്കലേ കേറൂലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കലടി. നീ മര്യാദയ്ക്ക് എടുക്കുന്നുണ്ടോ? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ എനിക്ക് അറിയാനിട്ടല്ല. എന്റെ കയ്യിലില്ല, ഇല്ലാത്തോണ്ടല്ലേ. ഈ അടി കൊണ്ട് എനിക്ക് നിന്ന് സഹിക്കാൻ വയ്യ. എന്റെ അമ്മയല്ലേ മരിച്ചിട്ടുള്ളൂ, എന്റെ വാപ്പുണ്ടല്ലോ. ഞാൻ എന്റെ വീട്ടിൽ പോവന്റെ മോനെ കൊണ്ട്. എന്റെ അമ്മ ഉണ്ടെങ്കിൽ ഓള് നമ്മളെ ഒറ്റക്കാക്കി പോയില്ലേ? അതൊന്നും ആലോചിച്ചണ്ട. കുട്ടിക്ക് ഉമ്മയും ബാപ്പയൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും കുട്ടീൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. പേടിച്ചെൻ്റെ കുട്ടി. എൻ്റെ കുട്ടിക്ക് സുഖമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാതെ. ഞാനിതൊന്നും എനിക്ക് അറിയില്ലല്ലോ. കുട്ടി എന്താ ഒക്കെ എന്നോട് പറയാനേ. ബാപ്പാൻ്റെ കുട്ടി ധൈര്യമായിട്ട് നിന്നു. ബാപ്പുണ്ട് എല്ലാത്തിനും കുട്ടീൻ്റെ ഒപ്പം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. മിണ്ടല്ലേ, അവളുടെ ബാപ്പയാണ് വിളിക്കുന്നത്. ഹലോ ഹലോ, എൻ്റെ മോള് ഇങ്ങോട്ട് വന്നാണ്. ഓളെ കൊണ്ടായി എപ്പോഴാ വരാ? ഓൾ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയതാണ്. ഒറ്റയ്ക്ക് തന്നെ വന്നോളും. അങ്ങനെ ഓള കുട്ടീനെ ഒറ്റക്ക് എടുത്താണ്ടേ പോരാ. എന്താ പടം ഉണ്ടായേ? അത് പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ആ, എൻ്റെ കുട്ടീൻ്റെ മുഖത്തെ ഒരു പാടുണ്ട്. അത് എന്താ ഏതാന്നൊക്കെ എനിക്കറിയാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതിനുള്ളത് എന്താ എനിക്ക് ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഇത് മര്യാദക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ടാണ് വരണോ? നിന്റെ കുട്ടീൻ്റെ മേല് കൈവച്ച് എന്ന് ഞാൻ അറിഞ്ഞ അതിൻ്റെ 2 കാല് ഞാൻ വിട്ടടാ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം പാപ്പ. നിന്റെ പഴയ സ്വഭാവമൊക്കെ എനിക്കറിയാലോ.
അത് എനിക്ക് എടുക്കാനേ ഇപ്പോഴും കഴിയട്ടോ, മനസ്സിലാക്കിയോണ്ടി. ഞാൻ പോവാണിടാ. നീ എന്തെല്ലാം കുലുമാലാണാവോ ഉണ്ടാവുന്നത്.